ഏവർക്കും എൻ്റെ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, എനിക്ക് നിലവിലുണ്ടായിരുന്ന മലബാരി വ്ലോഗ് ബൈ യൂസഫ് എന്ന ചാനൽ എനിക്ക് സാങ്കേതിക കാരണങ്ങളാൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യേണ്ടത് മലബാരി വ്ലോഗ് ബൈ യൂസഫ് 2 എന്ന ചാനലാണ്. അതുകൊണ്ട് ഇതുവരെയും എനിക്ക് സഹകരണം തന്ന് എന്നെ മുന്നോട്ട് നയിച്ച നിങ്ങളിൽ നിന്ന് തുടർന്നും ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നത്, നമ്മുടെ സർക്കാർ ഓഫീസുകൾ എത്രമാത്രം തരം താഴുന്നു എന്ന ഒരവസ്ഥയാണ്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ വെച്ച ഒരു വീഡിയോയുടെ ക്ലിപ്പുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ആ വീഡിയോ? യഥാർത്ഥത്തിൽ നമുക്ക് അറിയാം, ഈ റീൽസ് ചിത്രീകരണമാണ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു സിനിമ ലൊക്കേഷൻ ഫീൽഡല്ല. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കും, ഒരു സിനിമയുടെ ലൊക്കേഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സീരിയലിൻ്റെ ലൊക്കേഷനോ അല്ല ഈ നടക്കുന്നത്. മറിച്ച് ജനങ്ങൾ അവരുടെ ആവശ്യത്തിന് സദാസമയവും സമീപിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകൾ സ്വാഭാവികവും ആലോചിച്ച് നോക്കും. മാത്രമല്ല, കറക്റ്റ് 5 മണിക്ക് തന്നെ 5 മണിക്ക് എന്ന് പറഞ്ഞാൽ 4:30 മണിക്ക് പോലും നമ്മൾ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ആട്ടി പറഞ്ഞയക്കുകയാണ്. കാരണം അവർ 4:30ക്ക് തന്നെ അവരുടെ ബാഗും അവരുടെ കുടയും ഒക്കെ എടുത്തു വെച്ച് അവർ ടിഫിൻ ക്യാരിയറൊക്കെ എടുത്തു വെച്ചിട്ട് അവർ പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇതൊന്നും ഗവൺമെൻറ് അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞത് കൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ല. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇന്ന് എന്താണ്, ഓരോ സംഘടനകളുണ്ട്. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാർ എന്ത് വൃത്തികേട് ചെയ്താലും എന്ത് നിയമലംഘനം ചെയ്താലും അതിനെയൊക്കെ ന്യായീകരിച്ച് അവരെ സംരക്ഷിച്ചെടുക്കാൻ അതിനുള്ളതാണ് സംഘടന. അതോടൊപ്പം തന്നെ ഇവർ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യം, പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ട് അതിൽ നിന്നാണ് ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ ലക്ഷക്കണക്കിനും 50,000 ശമ്പളം കൊടുക്കുന്നത് ഈ പാവപ്പെട്ടവനുണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓഫീസ് ആർക്കാണ് എന്ന് ചോദിച്ചാൽ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് മനുഷ്യന്മാർക്ക് സദാസമയവും കയറിയിറങ്ങേണ്ട ഒരു ഇടമാണ് യഥാർത്ഥത്തിൽ ഓഫീസ്. എന്നാൽ ഒരിക്കലും നിർഭയത്വത്തോടുകൂടെ ഈ ഓഫീസുകളിൽ കയറിയിറങ്ങിയിട്ടുള്ളവരുടെ ചരിത്രം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ ആളുകൾ നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള ചെമ്മനം ചാക്കോ തൻ്റെ കവിതകളിലൂടെ, അതോടൊപ്പം തന്നെ എന്താ പറയുക, അതുപോലെ തന്നെ MN വിജയൻ അദ്ദേഹമൊക്കെ പറഞ്ഞ വാക്കുകളുണ്ട്. ഈ നാട്ടിലെ എന്ന് പറയാൻ, പ്രത്യേകിച്ച് സാക്ഷരർ എന്ന് പറയുന്ന കേരളത്തിലെ എന്താ പറയുക 60% പ്രഷർ രോഗികളും 10% മനോരോഗികളും 20% ക്രിമിനലുകളും നോക്കണം ഒക്കെ ഉണ്ടാകുന്നത് ഇവിടുത്തെ ഓഫീസ് കയറി ഇറങ്ങിയിട്ടാണ്. ആലോചിച്ച് നോക്ക്. എന്ന് പറഞ്ഞാൽ ഒരു നിർഭയമായിട്ട് നമ്മുടെ ഓഫീസിൽ കയറി ഇറങ്ങാൻ കഴിയില്ല. നാളെ എനിക്ക് ഓഫീസിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് രാത്രിയിൽ ഉറക്കില്ലാത്ത ദിവസമാണെന്ന്, ഉറക്കില്ലാത്ത രാത്രിയാണെന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ഈ ചെമ്മനം ചാക്കോ പോലെയുള്ള കവിമാർ. വയ്യനി KG ഓഫീസ് കയറുവാൻ ഭഗവാനെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കവിത രചിക്കുകയുണ്ടായി നയനാറിൻ്റെ കാലത്ത്, മുഖ്യമന്ത്രി നയനാറുടെ കാലത്ത്. കാരണം അതാണ് അവസ്ഥ. അപ്പോൾ വലിയ വലിയ VIP-കൾക്ക് പോലും അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയാൻ നിർഭയമായി അവർക്ക് ആ ഓഫീസിൽ കയറാൻ കഴിയുന്നില്ല. 1-2 തവണ അവരെ നടത്തിയിട്ടും അവർ ശരിയാക്കി കൊടുക്കുന്നില്ല. തീർച്ചയായിട്ടും ഇജ്ജെങ്കിലും പഠിക്കാഞ്ഞത് നന്നായി എന്ന് അക്ബർ കക്കട്ടിലിൻ്റെ ഒരു കഥയിൽ പറയുന്നുണ്ട്. കാരണം ഒരു ഓഫീസിലെത്തിയിട്ടുള്ള അവസ്ഥയുടെ ദയനീയത, സാക്ഷരരാണ് നമ്മളെന്ന് പറയുന്ന ഈ നാട്ടിൽ നമ്മൾ എപ്പോൾ ചെന്ന് നോക്കി, ഇത് എൻ്റെ അനുഭവം തന്നെ എനിക്ക് ധാരാളമുണ്ട്. 10 മണിക്ക് ഓഫീസിലെത്തേണ്ട അവർ നമ്മളോട് 10:30 മണിക്കും 10:45-നും 11 മണിക്കുമൊക്കെ കയറി വരിക. മാത്രമല്ല, ആ ഏതെങ്കിലും ചെയറിലിരിക്കേണ്ട ആ ഉദ്യോഗസ്ഥനെ കാണാൻ 4-5 നടന്നതിന് ശേഷം നമ്മൾ മറ്റേ ചെയറിലുള്ളവനോട് ഇദ്ദേഹം എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചാൽ പരിഹാസപൂർവ്വമുള്ള മറുപടിയാണ് നമുക്ക് ലഭിക്കുക. ഞാൻ അയാളുടെ വീട്ടിൽ നിന്നല്ലല്ലോ വരുന്നത്, അയാൾ എപ്പോഴാണ് ഇവിടെ എത്തുന്നത് എന്ന് പറയാൻ നോക്കണം. എന്നതുപോലെ തന്നെ, അല്ല സാറേ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ 10 മണിക്ക് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു, എന്നിട്ട് ഞാൻ ഇതാ എല്ലാം റെഡിയായി ഇന്നലെ 10 മണിക്ക് വന്നു, ഇന്നിതാ വന്നിരിക്കുന്നു, ഇനി എന്ത് ചെയ്യണം? അത് പറഞ്ഞതോടുകൂടെ എൻ്റെ നേരേക്ക് ആ ഓഫീസർ ഭയങ്കര ഷോക്കോടുകൂടെ എടുത്ത് ചാടി. എന്നിട്ട് പറഞ്ഞു, അപ്പം താൻ എന്താ എന്നെ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ തന്നോട് സമയം തെറ്റിച്ചു പറഞ്ഞു അല്ലേ? ഇനി തനിക്ക് എന്താണ് എന്നെ ചെയ്യേണ്ടത്? എന്താണോ തനിക്ക് എന്നെ ചെയ്യേണ്ടത് എന്ന് വളരെ മോശമായ രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല മാസം തോറും എണ്ണിക്കൊടുക്കുന്ന പണം നമ്മളുടെ വയർപ്പിൻ്റെതാണ് എന്ന്
അവർ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 10:45-നും 11-നും കയറി വന്നിട്ട് സാറേ ഇതൊന്ന് ശരിയാക്കി തരൂ എന്ന് പറഞ്ഞാൽ അവർ ക്യാൻറ്റീനിലേക്ക് പോയി, പിന്നെ അവർക്ക് ഭക്ഷണം ഊണിന് പോയി, പിന്നെ അവർ റെസ്റ്റ് എടുത്ത് നോക്കണം, പിന്നെ അവർ അതോടൊപ്പം 4:30-ക്ക് അവർ പുറപ്പെടാൻ തയ്യാറായി. ഇങ്ങനെ ഇട്ട് എന്തിനാണ് നമ്മുടെ ഈ ഓഫീസുകൾ എന്ന് ഇനിയുള്ള കാലമെങ്കിലും സ്വാഭാവികമായിട്ടുള്ള ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ ശ്രദ്ധിക്കുന്ന ഭരണകൂടത്തിന് മാത്രമേ ഇനി തീർച്ചയായിട്ടും ജനങ്ങൾ അവർക്ക് മാൻഡേറ്റ് കൊടുത്ത് അഥവാ ജനവിധിയിൽ വിജയിപ്പിക്കുകയുള്ളൂ. ഉറപ്പായിട്ടും കേരളം 2 ടേൺ അടുപ്പിച്ചു കൊടുത്ത ഈ പിണറായി വിജയൻ്റെ ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തികൾ ഈ ജനങ്ങൾക്കിട്ട് നെഞ്ചത്തിട്ട് പണി കൊടുത്തിരിക്കുകയാണ് എല്ലാ സമയത്തും. ഇതിൻ്റെ മുമ്പ് വന്ന ആദ്യത്തെ 5 ടേമിലാണ് ഒരു പാവപ്പെട്ട സഹോദരന് 4-5 തവണ ആ സാധു ഒരു നികുതി ചീട്ടിനോ മറ്റോ ഒരു കൈവശ സർട്ടിഫിക്കറ്റിനോ മറ്റോ നടന്നതാണ്. അദ്ദേഹത്തിന് അത് കൊടുക്കാതെ പരിഹസിച്ചു വിട്ടു. അവസാനം അദ്ദേഹം അദ്ദേഹം മരിക്കേണ്ടി വന്നു. ആ മരിക്കേണ്ടി വന്നപ്പോഴാണ് പിണറായി ഗവൺമെൻറ് ഇനി എത്രയും പെട്ടെന്ന് ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കൂ എന്ന് നിർദ്ദേശിച്ചത്. നോക്കണം, അപ്പം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ സിനിമാ റീലുകൾ, സീരിയൽ റീലുകൾ എടുക്കുന്ന ഈ ദയനീയമായ രംഗം ഇപ്പം നിങ്ങൾ കണ്ടത് ആലോചിച്ച് നോക്കൂ. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഉദ്യോഗസ്ഥന്മാരോട് ഏത് നിലപാട് സ്വീകരിക്കണം എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.